കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ പണിത 10 സ്നേഹഭവനങ്ങളുടെ താക്കോൽ സമർപ്പണം മന്ത്രി ആർ ബിന്ദു കണ്ണൂരിൽ നിർവഹിച്ചു. NSSന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടയാളമാണ് ഈ പ്രവർത്തനമെന്ന് മന്ത്രി പറഞ്ഞു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സാമ്പത്തിക സഹകരണത്തോടെയാണ് വീട് പണിതത്. കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം സെൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സാമ്പത്തിക സഹകരണത്തോടെ ഒരു വർഷം കൊണ്ട് 50 സ്നേഹവീടുകളാണ് ഉണ്ടാക്കുക. ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 10 സ്നേഹവീടുകളുടെ താക്കോൽദാനമാണ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചത്. NSSന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഈ പ്രവർത്തനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഈ കാലത്ത് ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഭൂരഹിതരും ഭവനരഹിതരുമായ മുഴുവൻ ആളുകൾക്കും വീട് നൽകും എന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ സാങ്കേതികമായി ഉൾപ്പെടാനിടയില്ലാതെ പോകുന്ന വീടില്ലാത്ത മുഴുവൻ വീട്ടുകാർക്കും വീട് നൽകുക എന്നുള്ള ഒരു പ്രവർത്തനം. 1000 വീടുകൾ ഈ വർഷം പണിത് നൽകും, ഒരു വർഷത്തിനകത്ത് പണിത് നൽകുമെന്നാണ് NSS പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഹതഭാഗ്യരായിട്ടുള്ള സഹോദരീ സഹോദരന്മാർക്ക് വീട് വെച്ച് നൽകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് 150 വീടുകൾ കൂടി അവിടെ പണിത് നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. NSSന്റെ വിവിധ യൂണിറ്റുകളാണ് വീടുകൾ നിർമ്മിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു, KCF പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ AP സൂസമ്മ, NSS സംസ്ഥാന ഓഫീസർ ഡോക്ടർ RN അൻസർ, രജിസ്ട്രാർ പ്രൊഫസർ ജോബി K ജോസ്, സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ A അശോകൻ, വൈഷ്ണവ് മഹേന്ദ്രൻ, സെനറ്റ് അംഗം PK സാജു, സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ K ആര്യ, CK മനോജ്, ഡോക്ടർ TP നഫീസ ബേബി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.